നമസ്കാരം, ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുമുള്ള പുതിയ അപ്ഡേറ്റുകളാണ് നോക്കുന്നത്. എന്തായാലും ഗൈസ്, വീഡിയോ കാണുന്ന പകുതി പേരും നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, ആദ്യം തന്നെ ലൈക്ക് അടിച്ച് വീഡിയോ കാണാൻ തുടങ്ങുക. ഐ ലീഗിൽ കഴിഞ്ഞ 3 സീസണുകളിലായി ഗോകുലം കേരള എഫ്.സിക്ക് വേണ്ടി 49 മത്സരങ്ങൾ കളിച്ചിട്ടുള്ള മലയാളി മിഡ്ഫീൽഡർ താരമാണ് ശ്രീകുട്ടൻ. എന്തായാലും 6 ഗോളും 5 അസിസ്റ്റും താരത്തിൻ്റെ പേരിൽ നിലവിൽ ഉണ്ട് ഗോകുലം കേരള എഫ്.സിയിൽ. എന്തായാലും ശ്രീകുട്ടൻ ഐ ലീഗിൽ നിന്ന് ISLലേക്ക് വരാൻ പോകുകയാണ്. എന്തായാലും ശ്രീകുട്ടനെ ഇപ്പോൾ സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന ISLിലെ പ്രമുഖ ടീമായ ജംഷഡ്പൂർ FC തന്നെയാണ്. ശ്രീകുട്ടൻ ഇപ്പോൾ ഫ്രീ ഏജൻ്റ് ആയതുകൊണ്ട് തന്നെ ആയിരിക്കണം ജംഷഡ്പൂർ FC ടീമിലെത്തിക്കാൻ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടുത്ത അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം. അടുത്ത അപ്ഡേറ്റ് തന്നെ നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹെഡ് കോച്ച് ഉടനടി തന്നെ കൊച്ചിയിലെത്തുമെന്നാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. കോച്ച് ഇപ്പോൾ കോച്ചിൻ്റെ ജന്മസ്ഥലത്ത് നിന്ന് തിരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കോച്ച് വൈകാതെ കൊച്ചിയിലോ ഒന്നെങ്കിൽ തായ്ലൻഡിലേക്ക് തന്നെ പോകുമെന്നാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. കൊച്ചി അല്ലെങ്കിൽ തായ്ലൻഡ്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രീ സീസൺ മത്സരങ്ങൾ ആരംഭിക്കാൻ ഇനി ഏതാനും ആഴ്ചകൾ മാത്രമാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കോച്ചും താരങ്ങളുമെല്ലാം ബ്ലാസ്റ്റേഴ്സ് ടീമിനോടൊപ്പം ഉടൻ ജോയിൻ ചെയ്യുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അപ്പോൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഒരു വിദേശ സൈനികനെ കുറിച്ചാണ്. സ്പാനിഷ് താരമായ ജെർമി മൻസോറോ എന്ന് പറയുന്ന മിഡ്ഫീൽഡർ സ്ഥാനത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ച ഈ 32 വയസ്സുകാരനായ താരത്തിനെയാണ് ഇപ്പോൾ ടീമിലെത്തിക്കാൻ ശ്രമിക്കുന്നത്. കഴിഞ്ഞ സീസണിൽ ജംഷഡ്പൂർ FC വന്ന താരമാണ് മൻസൂറോ. എന്തായാലും താരം 20 മത്സരങ്ങളിൽ നിന്ന് 5 ഗോളുകളും 1 അസിസ്റ്റും നേടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും മികച്ച പ്രകടനം കാഴ്ചവെച്ച ഈ താരത്തിന് ഒഫീഷ്യലായിട്ട് തന്നെ ഇപ്പോൾ സൈനിങ് നടത്തിയിരിക്കുകയാണ് മുംബൈ സിറ്റി FC ഒഫീഷ്യലായിട്ട് ഈ കാര്യം പുറത്തുവിട്ടിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ സൈനികൾ പ്രതീക്ഷിച്ച് വീഡിയോ നിർത്തുന്നു. അപ്പോൾ താങ്ക് യു.